മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തി എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. കുറെ കൊണ്ടും കൊടുത്തും കട്ടും മുടിച്ചും ഒക്കെ കോടികൾ ഉണ്ടാക്കി എന്നാണ് എല്ലാവരുടെയും വിചാരം. അത് എത്ര ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പറയാം, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും ഞാൻ പറയാം. ആസ്തി പറയുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ വാച്ചിന്റെ വില പറയാം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്റ്റീൽ വാച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? 2 ലക്ഷം രൂപ സ്റ്റീൽ വാച്ചിന്റെ വില. പക്ഷെ അഫിഡവിറ്റ് പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി 54 ലക്ഷം രൂപയാണ്. പിണറായി വിജയന്റെ ബാങ്ക് അക്കൗണ്ടിൽ 70,000 മുതൽ 80,000 രൂപ വരെ ഉള്ളൂ ഇത്ര. പിന്നെ കുറച്ച് ഷെയർസ് ഒക്കെ ഉണ്ട്. ഒന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു 1 ലക്ഷം ഷെയർ അദ്ദേഹം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിലും ഒരു 1000 ഷെയർസ് ഉണ്ട്. അതാണ് മെയിൻ വരുമാനം. പിന്നെ ലുലു മാളിന്റെ ഷെയറിലും ഒരു പങ്കാളിയാണ് എന്നുള്ളത് പരക്കൊരു പറച്ചിലുണ്ട്. പക്ഷെ അതിന് രേഖകളൊന്നുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കാറ് പോലും ഇല്ല. എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്, സ്വന്തമായിട്ടൊരു കാർ പോലും അദ്ദേഹത്തിനില്ല. ആകെക്കൂടെയുള്ള കണ്ണൂരിലെ 2 വീടുകളാണ്. ഒന്ന് പഴയ തറവാടും പിന്നെ ഒരു വീടും. ആ 2 വീടിന്റെയും മൊത്തം വാല്യൂ എടുത്ത് നോക്കിയാലും 50 ലക്ഷത്തിന് താഴെ വരാറുള്ളൂ. അത് മാർക്കറ്റ് പ്രൈസ് അല്ല, ബാങ്ക് നിശ്ചയിക്കുന്ന തുകയാണ് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ വരുമാനം പറയണത് അദ്ദേഹത്തിന്റെ ശമ്പളം തന്നെയാണ്. 1,85,000 രൂപയാണ് അദ്ദേഹം ഒരു മാസം ശമ്പളമായിട്ട് വാങ്ങുന്നത്. പിന്നെ MLA അലവൻസും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം. ഒരു IT ജോലിയിൽ വർക്ക് ചെയ്യണവന് ഇതിലും കൂടുതൽ ശമ്പളം വാങ്ങുന്നുണ്ട്. കുറച്ചെങ്കിലും വരുമാനം കിട്ടുന്ന ഫാമിലി ബിസിനസ്സിലാണ്. അദ്ദേഹത്തിന്റെ മകളായ വീണ വിജയന്റെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്, എക്സാലോജിക്കൽ സൊല്യൂഷൻസ്. അതിപ്പോ കേസ് ആയതും കൊണ്ട് അതൊന്നും കാര്യമായിട്ട് വരുമാനമൊന്നും അദ്ദേഹത്തിന് വരുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പവർ പറഞ്ഞാൽ വളരെ വലുതാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞ കാലാണ് അധികം ഇല്ലാത്തവനാണ്. പിണറായി വിജയനെക്കാട്ടിലും പൈസയുള്ള മന്ത്രിമാർ കേരളത്തിലുണ്ട് കേട്ടോ. പണ്ട് കണ്ണൂര് പോയപ്പോൾ ഒരു കറുത്ത കാറ് പോയി. ആ കാറിന്റെ ഉള്ളിൽ K. സുധാകരനായിരുന്നു. ആ കാറിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. മുഖ്യമന്ത്രിക്ക് ബുള്ളറ്റ് പ്രൂഫ് ഉള്ള കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആ കൂടെ അദ്ദേഹം ഇത്ര സമ്പാദിച്ചിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നാണമില്ലേ കള്ളനാണ്, കക്കുന്നവനാണ് എന്നൊക്കെ പറയാൻ? ചില മലയാളി ബിസിനസ്മാനിന്റെ ലക്ഷറി കാറിന് ഇതിനെക്കാട്ടിലും ചിലപ്പോൾ വിലയുണ്ടാവും. അടുത്തത് മുൻ MLA ആയ K. ബാബുവാണ്. അഫിഡവിറ്റ് പ്രകാരം അദ്ദേഹത്തിന് 25 മുതൽ 30 കോടി രൂപ വരെ ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ബാറും ഹോസ്പിറ്റലും തന്നെയാണ്. പോരെ, ഈ ബിസിനസ് മാത്രമല്ല, അദ്ദേഹത്തിന് വെളിയിൽ കുറെ ഇൻവെസ്റ്റ്മെന്റും നന്നായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കോൺഗ്രസ്സുകാർക്ക് തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. പിന്നെ ഉള്ളത് PV അൻവറാണ്. അദ്ദേഹത്തിന് 40 മുതൽ 50 കോടി രൂപ വരെ ആസ്തിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ അഫിഡവിറ്റ് പ്രകാരം കാണിച്ചത് ഇത്രയും രൂപയാണ്. അദ്ദേഹത്തിന് കോറി, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, പ്ലാന്റേഷൻ, ഇതിനല്ല അദ്ദേഹത്തിന് വരുമാനമുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരു ബിസിനസ്മാൻ ആണെന്ന് അറിയപ്പെടുന്ന ഒരു നേതാവും കൂടിയാണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നല്ല പൈസയുള്ള നേതാവ് KM മാണി തന്നെയാണ്. കോട്ടയം പാലാ സൈഡൊക്കെ ഒന്ന് നടക്കുമ്പോൾ തന്നെ മനസ്സിലാവും KM മാണിക്ക് എത്രത്തോളം പൈസ ഉണ്ടായിരുന്നു എന്നത്. 20 മുതൽ 30 കോടി രൂപ വരെ ആസ്തി ഉണ്ടായിരുന്നു എന്നാണ് പണ്ട് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. കൃഷി നടത്താൻ പറ്റാതെ കേരളത്തിലെ കർഷകരെല്ലാം തൂങ്ങി മരിക്കുമ്പോൾ അദ്ദേഹം കൃഷിയിലൂടെയാണ് ഈ ലാഭം മൊത്തം ഉണ്ടാക്കിയത്. പിന്നെ റിയൽ എസ്റ്റേറ്റും ഉണ്ട്, വേറെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. പിന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ്. 3 കോടി രൂപയാണ് അദ്ദേഹത്തിന് ആസ്തിയായിട്ടുള്ളത്. അതും KM മാണിയെ പോലെ തന്നെ കൃഷിയിലൂടെ തന്നെയാണ് അദ്ദേഹം നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും പിച്ചക്കാരനായ നേതാവ് എന്ന് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ. 1 രൂപയാണ് അദ്ദേഹം മാസശമ്പളമായിട്ട് വാങ്ങുന്നത്, വെറും 1 രൂപ. അപ്പൊ ഈ 10 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എത്ര രൂപ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? പിന്നെ നമ്മുടെ വിവാദ നായകനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇവരുടെ അത്രയൊന്നും കോടീശ്വരനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആസ്തി പറയണത് അഫിഡവിറ്റ് പ്രകാരം 15 ലക്ഷം രൂപയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തില് മുന്നേ വക്കീലായിരുന്നു. അത് മിക്കവർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ കേസ് വാദിച്ചുണ്ടാക്കിയ പൈസയാണ് എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ MLA ശമ്പളവും ഉണ്ട്. പിന്നെ അത്യാവശ്യം പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. 50 കോടി രൂപയുടെ ആസ്തി അദ്ദേഹം അഫിഡവിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാൽ കോമഡി എന്താ വെച്ചാൽ പ്രിയങ്ക ഗാന്ധിക്ക് ആ കോടി 75 ലക്ഷത്തിന്റെ ആസ്തിയേ ഉള്ളൂ. ലോകത്തെ എല്ലാ രാജ്യത്തും ഓരോരോ ബിസിനസ് രാഹുൽ ഗാന്ധി നടത്തണമുണ്ട്. മെയിൻ ബിസിനസ് അദ്ദേഹം എല്ലാം ലണ്ടനിലാണ് ചെയ്യുന്നത്. പോരാത്തതിന് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ദുരന്തർ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത് മിക്കവർക്കും അറിയില്ല. പ്രൊഡ്യൂസർ ബൈന്ന് ആദിത്യന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടാവും. പക്ഷെ തെറ്റായൊരു കാര്യമാണ്, അതിന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാഹുൽ ഗാന്ധിന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ശരിക്കും ആ സിനിമയിലെ പ്രൊഡ്യൂസർ. പിന്നെ അടുത്ത് ശശി തരൂരാണ് കേട്ടോ. ശശി തരൂരിനെ പിന്നെ നല്ലൊരു ബിസിനസ്മാൻ ആണെന്ന് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ നന്നായിട്ട് അറിയാം. ശശി തരൂരിന്റെ ഇംഗ്ലീഷിന്റെ ഒരു ഫാന് തന്നെയാണ് ഞാനും. അദ്ദേഹം എന്താ പറയണത് മനസ്സിലായില്ലെങ്കിലും അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. 35 കോടിയുടെ ആസ്തിയാണ് അഫിഡവിറ്റ് ആയിട്ട് ശശി തരൂർ കാണിച്ചിരിക്കുന്നത്. ഈ 35 കോടി എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം 35 കോടി രൂപ ഉണ്ടാക്കിയത്.
പുസ്തകം എഴുതിയിട്ട് 35 കോടി ഉണ്ടാക്കി ഏക വ്യക്തി ശശി തരൂര് മാത്രമായിരിക്കും. പിന്നെ MP-യുടെ സാലറി ഉണ്ട്, അത് വേറെ വിഷയം. പിന്നെ K. സുരേന്ദ്രനാണ് കേട്ടോ. കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്. K. സുരേന്ദ്രന് ശരിക്കും പറഞ്ഞാൽ ഇൻകം പൊളിറ്റിക്സിലൂടെയാണ്. പിന്നെ കൃഷി നന്നായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്നും കൂടി വേണമെച്ചാൽ പറയാം.